തിരുവനന്തപുരം നഗരസഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ സംഘർഷം. നഗരസഭാ കൌൺസിൽ യോഗ നടപടിക്കിടയിലെ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലുമുള്ള കൌൺസിലർമാർക്ക് പരിക്കേറ്റു. UDF-ഉം LDF-ഉം തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്. UDF-ന്റേത് അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്നും ആരോപിച്ച് BJP-യാണ് കൌൺസിൽ ഹാളിൽ പ്രതിഷേധം ആരംഭിച്ചത്. തെരുവുവിളക്കുകൾ കത്തിക്കണമെന്നാവശ്യപ്പെട്ട റാന്തൽ വിളക്കുകളുമായി BJP കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു. ഇതോടെ അജണ്ടകൾ പാസാക്കിയതായി മേയർ അറിയിച്ചു. വിഷയത്തിൽ ചർച്ച വേണമെന്നായി UDF കൌൺസിലർമാർ. തുടർന്ന് ഇരുപക്ഷത്തും ബഹളം ആരംഭിച്ചു. തുടർന്ന് മേയർ ഇടപെട്ട് കൌൺസിൽ യോഗ നടപടികൾ അവസാനിപ്പിച്ചു. തുടർന്നാണ് ജനാധിപത്യത്തിന് തന്നെ കളങ്കമായ നാടകീയ രംഗങ്ങൾക്ക് നഗരസഭ വേദിയാകുന്നത്. ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച UDF കൌൺസിലർമാർ മേയറുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. മുദ്രാവാക്യം വിളികളുമായി ആദ്യഘട്ടം. UDF കൌൺസിലർമാർ ഉപരോധ സമരത്തിന് തയ്യാറായതോടെ പ്രതിരോധവുമായി LDF കൌൺസിലർമാർ രംഗത്തെത്തി. വാക്കേറ്റത്തിൽ തുടങ്ങിയ തർക്കം പിന്നീട് കയ്യാങ്കളിയിലെത്തി. അരമണിക്കൂറോളം ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം തുടർന്നു. പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. UDF കൌൺസിലർമാർ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന നിലപാടിൽ LDF കൌൺസിലർമാർ ഉറച്ചുനിന്നു. സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ പോലീസ് ഇടപെട്ട UDF കൌൺസിലർമാരെ മാറ്റി. LDF കൌൺസിലർമാർ പുറത്തു കടന്നാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂവെന്ന നിലപാടിൽ പ്രവേശന കവാടത്തിൽ UDF കൌൺസിലർമാർ വീണ്ടും പ്രതിഷേധിച്ചു. ഇരുകൂട്ടരും തമ്മിൽ നടന്ന കയ്യാങ്കളിയിൽ 5 കൌൺസിലർമാർക്ക് പരിക്കേറ്റു. LDF കൌൺസിലർ സരസ്വതിക്കും UDF കൌൺസിലർ ലീലാമ ഐസക്കിനും ബോധക്ഷയമുണ്ടായി. UDF വിളിച്ച ആംബുലൻസിൽ LDF കൌൺസിലറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിലേക്ക് എത്തിച്ചു. നാടകം സൂപ്പർ നാടകം. പിന്നീട് പൂജപ്പുര വാർഡ് കൌൺസിലറുടെ വാഹനത്തിൽ UDF കൌൺസിലറെയും ആംബുലൻസിൽ LDF കൌൺസിലറെയും ആശുപത്രിയിലേക്ക് മാറ്റി.